അറിവും തിരിച്ചറിവും. നമുക്ക് അറിവ് എവിടെ നിന്നും കിട്ടാം, നമുക്ക് വേണ്ടത് തിരിച്ചറിവാണ്. ആ അറിവിനെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നത്. എൻ്റെ അടുത്ത് പറയാം, ടീച്ചറിന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഒക്കെ ഞാൻ നോക്കി കേട്ടോ ടീച്ചറെ. അപ്പോൾ ഞാൻ ചോദിച്ചു, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാ? വീഡിയോ ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ല ഞാൻ നോക്കിയത്, അതിന് താഴെ ആരെങ്കിലും ഒക്കെ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ പരിശോധിച്ചത്. പുതുതായിട്ടൊരു സിസ്റ്റം വരെയാണ്. കുറെ പേര് അതിനെ സപ്പോർട്ട് ചെയ്യും, കുറെ പേര് അതിനെ ഒപ്പോസ് ചെയ്യും. ചിലർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഏതെങ്കിലും ഒക്കെ വീഡിയോസ് കണ്ടിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കും. 11x11 ടെക്നിക്, 11 ദിവസം എഴുതി, അത് നടന്നില്ല, ഇത് വിമാതാ. ഈ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രോമയും ഇട്ടിട്ട് കുറേ പ്രശ്നങ്ങൾ ഒരു ഏത് സമയവും നെഗറ്റീവ് ചിന്തിച്ചിരുന്നിട്ട് നമുക്ക് ലക്ഷ്യങ്ങൾ നേടാൻ പറ്റും. പലർക്കും പെട്ടെന്ന് സമ്പന്നനാകണം, പക്ഷെ ആക്ഷൻ എടുക്കാൻ വയ്യ. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ മാഗ്നറ്റ് നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ക്ലാസ്സിന്റെ യുണീക്ക്നെസ്. മിക്കവർക്കും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തത് വേണ്ടുന്നത് അവർ ചിന്തിക്കില്ല, എന്ത് വേണ്ടാത്തതുണ്ട് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു മനുഷ്യന്റെ സക്സസ് എന്ന് പറയുന്നത് അവന് പരിപൂർണ്ണ ആരോഗ്യം വേണം, അവന്റെ റിലേഷൻഷിപ്പ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, അവന്റെ തൊഴിലിൽ അവന് ഉയർച്ച വേണം. ഓരോരുത്തരുടെയും ലൈഫിൽ മാറ്റം വരും, വിശ്വാസമുള്ളവർക്ക്. ചിലർക്കൊന്നും പക്ഷേ ഇതൊക്കെ പറ്റിക്കലാണ്, അല്ലെങ്കിൽ ഇതൊക്കെ തട്ടിപ്പാണ്, 100% തട്ടിപ്പാണ് എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. ഇവർ പറയുന്നത്, ഞാൻ ഇന്ന ആളുടെ അടുത്ത് പോയി, ഒരുപാട് മെന്റർമാർക്ക് മാറി പോകുന്ന ആളുകളുണ്ട്. എന്നിട്ട് അവസാനം അവർ പറയും ഇതെല്ലാം തട്ടിപ്പാണ്. നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആളുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാവർക്കും ഇത് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ രാഹുൽ ഒരു ഡോക്ടറെ അടുത്ത് പോവാണ്, ഡോക്ടർ മെഡിസിൻ തരികയാണ്. ആ മെഡിസിൻ കഴിക്കാതെ ആ അസുഖം ഭേദമാവുമോ? ഇല്ല. അത് ഭേദമാകാതെ അടുത്ത ഡോക്ടറെ അടുത്ത് പോവാ, ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, യു ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ്. അത് നമ്മൾ ഗുരു എന്ന് പറയുന്നത് നമുക്ക് അറിവ് പറഞ്ഞു തരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഗുരു ആ പറഞ്ഞു കൊടുക്കുന്ന അറിവിനെ നമ്മൾ എത്രത്തോളം അത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, അറിവും തിരിച്ചറിവും. നമുക്ക് അറിവ് എവിടെ നിന്നും കിട്ടാം, നമുക്ക് വേണ്ടത് തിരിച്ചറിവാണ്. തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ആ അറിവിനെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നത്. ഞാൻ എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ക്ലാസ്സിൽ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ട്, മക്കളെ നിങ്ങളത് പറഞ്ഞത് ചെയ്തോ, ഹോംവർക്ക് ചെയ്തോ, ഇന്ന കാര്യങ്ങൾ ചെയ്തോ. കുറേ പേര് ചെയ്യും, കുറേ പേര് ചെയ്യത്തില്ല. എന്നെ തല്ലരുതമ്മാവോ, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ചെയ്യത്തില്ല. അങ്ങനെയുള്ളവർ എൻ്റെ അടുത്തൊന്നല്ല, ഏത് ഗുരുവിൻ്റെ അടുത്ത് പോയാലും അവരൊക്കെ അതല്ലേ കിട്ടും. അപ്പൊ ഇത് തട്ടിപ്പാണ് എന്ന് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അതായത് തട്ടിപ്പാണോ എന്ന് അറിയാൻ, സത്യം പറഞ്ഞ് തട്ടിപ്പാണെന്ന് പറയുന്ന ആരാന്നറിയാവോ? ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ചിലർക്ക് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടുന്ന് കേട്ടോ ലോ ഓഫ് അട്രാക്ഷൻ. അല്ല, അതുകൊണ്ടല്ല അവർ കൂടുതലും തട്ടിപ്പാണെന്ന് പറയുന്നത്. ഇപ്പോ മാമിന്റെ വീഡിയോയുടെ അടിയിലാണെങ്കിൽ പോലും ഞാൻ 5000 ഉണ്ടാക്കി, 10000 ഉണ്ടാക്കി, ലക്ഷങ്ങൾ ഉണ്ടാക്കിയപ്പോ മാം പറയുന്ന കഥകളിൽ തന്നെയാണെങ്കിലും മാമിന്റെ അടുത്ത് വന്നിട്ട് ലക്ഷണം ഉണ്ടാക്കിയ ആളുകളുടെ കഥകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ ഇത് ശരിയാണോ അല്ലയോ, എനിക്ക് അങ്ങനെ ഉണ്ടാക്കാം, തട്ടിപ്പാണോ, ചെന്ന് പെട്ടുപോകുമോ എന്ന് ആലോചിച്ചുകൊണ്ട് വരുന്ന ആളുകൾ ഒരുപാട് പേരാണ്. എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന ആര്യനാടുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ സ്റ്റോറി ഇതാണ്. അപ്പോൾ ആള് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ചെന്ന് ആളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുമ്പം ഫ്രണ്ട് പറഞ്ഞു പോയി ടീച്ചറുടെ ക്ലാസ് കാണും. അപ്പോൾ ആള് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറിന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഒക്കെ ഞാൻ നോക്കി കേട്ടോ ടീച്ചറെ. അപ്പോൾ ഞാൻ ചോദിച്ചു, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാ? വീഡിയോ ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ല ഞാൻ നോക്കിയത്, അതിന് താഴെ ആരെങ്കിലും ഒക്കെ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ പരിശോധിച്ചത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം നല്ല കമന്റുകളാണ്, അവരുടെ സക്സസ് ആണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒന്ന് കയറി നോക്കാം. അവരാദ്യം സിൽവർ ക്ലാസ്സിൽ വന്നു, അവരുടെ ലൈഫ് മാറി. അവർ ഗോൾഡ് ക്ലാസ് എടുത്തു, അവരുടെ ലൈഫ് മാറി. ഇന്ന് അവർ പ്ലാറ്റിനത്തിന് വേണ്ടിയുള്ള EMI അടച്ചുകൊണ്ടിരിക്കണം. അവർ പറയുന്നൊരു കാര്യം ഇതാണ്, ഞാനും ഈ പറഞ്ഞ പോലെ എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന്. അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് പറയുന്നുണ്ട്, വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഇതിലേക്ക് വന്ന് പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി, യെസ്, നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റും. അങ്ങനെയാണ് ഓരോ സ്റ്റുഡൻസും ഈ പറയുന്ന പോലെ ടെസ്റ്റ് ചെയ്യാൻ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുതുതായിട്ടൊരു സിസ്റ്റം വരികയാണ്. കുറേ പേര് അതിനെ സപ്പോർട്ട് ചെയ്യും, കുറേ പേര് അതിനെ ഒപ്പോസ് ചെയ്യും. ചിലർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഏതെങ്കിലും ഒക്കെ വീഡിയോസ് കണ്ടിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കും. 11x11 ടെക്നിക്, 11 ദിവസം എഴുതി, അത് നടന്നില്ല, ഇത് വിമാതാ. ഇത് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്ത് ടെക്നിക്സ് ഒക്കെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നൊക്കെ. നമ്മൾ ശരിയായ ഒരു മെന്ററുടെ കീഴിൽ അഭ്യസിക്കണം. ഈ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രോമയും ഇട്ടിട്ട് കുറേ പ്രശ്നങ്ങൾ ഒരു ഏത് സമയവും നെഗറ്റീവ് ചിന്തിച്ചിരുന്നിട്ട് നമുക്ക് ലക്ഷ്യങ്ങൾ നേടാൻ പറ്റില്ല. ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ നമ്മളിപ്പോൾ നമുക്കൊരു ബില്യനെയർ ആകണമെന്ന് ആഗ്രഹമുണ്ട്. നിരന്തരം കുറച്ച് സമയം നമ്മൾ അഫർമേഷൻ പറഞ്ഞിട്ട് ബാക്കി സമയം മൊത്തം എനിക്ക് ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണെന്ന് ചിന്തിച്ചാൽ നമ്മൾ ബില്യനെയർ ലെവലിലേക്ക് എത്തില്ല. അപ്പോൾ നമുക്കത് ആകണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം, അതിനു വേണ്ടുന്ന ആക്ഷൻ എടുക്കണം. പലർക്കും പെട്ടെന്ന് സമ്പന്നനാകണം, പക്ഷെ ആക്ഷൻ എടുക്കാൻ വയ്യ.
നമുക്ക് സമ്പത്ത് വരണേ ഒന്നുമില്ലൊരു ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമല്ലോ. പലർക്കും അതിനൊക്കെ മടിയാണ്, അവർക്ക് അതൊന്ന് കഷ്ടപ്പെടാനൊന്നും വയ്യ, എങ്ങനെയും പെട്ടെന്ന് സമ്പന്നതയിലേക്ക് പോകണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി അതെങ്ങനെയാണ് വർക്ക് ചെയ്തത്. നമ്മളെന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ മാഗ്നറ്റ്. ഒരു മനുഷ്യൻ നെഗറ്റീവാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ഇതൊക്കെ വർക്കാവില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അവരെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കുന്നു, നമ്മൾ എന്ത് നിരന്തരം ചിന്തിക്കുന്നു നമ്മളതിനെ ലൈഫിലേക്ക് ആകർഷിക്കുന്നു, അവർക്ക് ആ നെഗറ്റീവ് തന്നെ അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കും, നിങ്ങൾ നെഗറ്റീവ് ആകർഷിക്കുന്നു. നേരെ മറിച്ച് ഒരു മനുഷ്യൻ പോസിറ്റീവായി മാറാൻ തുടങ്ങുമ്പോൾ, അതായത് അത്രയും നെഗറ്റീവായി നടന്ന പലരും നമ്മുടെ ക്ലാസ്സിലേക്ക് വന്ന് ഈ പോസിറ്റീവ് പ്രാക്ടീസുകൾ ചെയ്തു തുടങ്ങുമ്പോൾ അവർ തന്നെ പറയുന്ന അത്ഭുതമുണ്ട്. കാര്യം വെച്ചാൽ അവർ പോസിറ്റീവായി മാറുമ്പോൾ അവരുടെ ചിന്തകൾ പോസിറ്റീവായി ഓട്ടോമാറ്റിക്കലി എല്ലാ പോസിറ്റീവ്നെസ്സും അവരുടെ ലൈഫിലേക്ക് വരികയാണ്. അങ്ങനെ അവർ ലൈഫിൽ രക്ഷപ്പെടുകയാണ്. പലരും ബിസിനസ് തുടങ്ങി, പുതിയ സംരംഭങ്ങൾ തുടങ്ങി, അത് സൂപ്പർ സക്സസ്ഫുള്ളായി ഇഷ്ടംപോലെ പൈസ നേടുന്നു. അപ്പോൾ ആളുകളുടെ സക്സസ് തന്നെ ധാരാളമാണ് ഇതൊക്കെ വർക്ക് ചെയ്യുമെന്നുള്ളത്. പിന്നെ ഇത് വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ഇല്ലാത്തവരായിരിക്കും. അതുപോലെ പല ക്ലാസ്സുകളിലും പോയിട്ട് ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നവർ കൃത്യമായിട്ടുള്ള പ്രാക്ടീസുകൾ അവർ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ഇപ്പോൾ ഒരാളുടെ വിശ്വാസം നേടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാമിൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ പോലും അവരുടെ വിശ്വാസം ലഭിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ അത് മാറ്റം ഉണ്ടാകണം. അങ്ങനെ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ ശരിക്കും നമ്മുടെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ അറിവുകൾ അതുപോലെ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്. അവർക്ക് വിശ്വാസം വരാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ യുണീക്ക്നെസ്. നമ്മൾ ജീവിതത്തിൽ ആ ഒന്നുമില്ലായ്മയിൽ നിന്ന്, കഷ്ടപ്പാടും ദുഃഖത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് ഞാൻ എങ്ങനെ ഉയർന്നു വന്നു, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് അതിന്. അതായത് ഒരു മനുഷ്യൻ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് കയറി ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ എന്തൊക്കെ തെറ്റുകൾ ഞാൻ ചെയ്തു, ആ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവരതിനെ കറക്റ്റായിട്ട് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് അവരുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പം അവരുടെ ലൈഫ് മാറാൻ തുടങ്ങണം. അപ്പം ഈ വിശ്വാസം വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ഓക്കെ ഞാൻ പറഞ്ഞ പ്രാക്ടീസുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ റിസൾട്ട് കിട്ടി, സക്സസ് സ്റ്റോറിയുടെ ബഹളമാണ് ഓരോ ദിവസവും. ഇപ്പോൾ ക്ലാസ്സിലെ പരാതി എന്ന് പറഞ്ഞാൽ ടീച്ചർ നമ്മുടെ സക്സസ് സ്റ്റോറി കേൾക്കുന്നില്ല. കാര്യം വെച്ചാൽ ഈ 5 വർഷത്തെ സക്സസ് സ്റ്റോറി എടുത്ത് യൂട്യൂബിൽ ഇടാൻ നിന്ന എൻ്റെ ചാനൽ മൊത്തം അതിന് മാത്രമേ സമയം കാണുള്ളൂ. സ്റ്റുഡൻസിന് അറിയാം ഓരോ ദിവസവും എത്ര പേരാണ് അവരുടെ ലൈഫ് മാറ്റിയ കഥകൾ അവർക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻസ് ടീച്ചർമാർ ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു, ഡിപ്രഷൻ, ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, 5-6 ഗുളിക കഴിച്ചുകൊണ്ടിരിക്കും, ഇന്ന് എൻ്റെ ഡിപ്രഷൻ മാറി, ഞാൻ ഫുൾ ടൈം ഹാപ്പിനെസ്സില്ല. സ്വാഭാവികമായിട്ടും ഇത് പലരും പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതെല്ലാം പ്രാക്ടീസ് ചെയ്താൽ ജീവിതം മാറും എന്നുള്ളതിൽ ഞാൻ തന്നെ ചോദിക്കാറുണ്ട്, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മാറുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അതെല്ലാവർക്കും വിശ്വാസമുണ്ട്. അപ്പം അത് കിട്ടാത്തവരെന്താണ്, അവരത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും എല്ലാം അവർക്ക് വിശ്വാസം വരും ഇതെല്ലാം വർക്ക് ചെയ്യുമെന്നുള്ളത്. ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ? കാരണം ഒരാളുടെ ലൈഫ് ആയിരിക്കത്തില്ല ബാക്കി മറ്റുള്ള ആളുകൾക്ക്. ഇപ്പോൾ മാമിൻ്റെ ലൈഫ് മാമിനെ അങ്ങനെ ചെയ്തുകൊണ്ട് സെറ്റായി, പക്ഷെ ഇത് എല്ലാവർക്കും അതേപോലെ തന്നെ സംഭവിക്കണമെന്നുണ്ടോ? എല്ലാവർക്കും സംഭവിക്കും. അതായത് ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ഉപബോധ മനസ്സുണ്ട്. നമ്മുടെ മൈൻഡിൻ്റെ 90% പവറും സബ് കോൺഷ്യസ് മൈൻഡിനാണ്. വെറും 10% പോരെ കോൺഷ്യസ് മൈൻഡിന് വരുന്നുള്ളൂ. എല്ലാവർക്കും സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും റിസൾട്ട് 100% ഗ്യാരൻറ്റീഡാണ്. പിന്നീട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഒന്ന് പണത്തിനായിരിക്കും, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ്, പിന്നീട് ആരോഗ്യം. ഇത് മൂന്നും കൃത്യമായി ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ ഒരാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതായത് നമ്മുടെ ചിന്തകൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കടബാധ്യതയാണ്, പ്രശ്നങ്ങളാണ്, എപ്പോഴും ബാധ്യത. നമ്മൾ പറയില്ലേ പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിരിക്കുന്നു, സമ്പന്നൻ ഓരോ ദിവസം കഴിയും തോറും സമ്പത്ത് നൽകുന്നു. പാവപ്പെട്ടവൻ എപ്പോഴും എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? എനിക്കിങ്ങനെ ബുദ്ധിമുട്ടാണ്, 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ കിടന്ന് കഷ്ടപ്പെടും, 5 പൈസ എടുക്കാനുള്ള ദാരിദ്ര്യമാണ്, കടക്കാർ വന്ന് വീട്ടിന് മുന്നിൽ വന്ന് നിൽക്കണം. അവനെപ്പോഴും ചിന്തിക്കുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ച്. അപ്പോൾ അത് തന്നെ
അവരുടെ ലൈഫിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരെ മറിച്ച് സമ്പന്നൻ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ അടുത്ത കാശുണ്ടാക്കാം, അടുത്ത എന്ത് ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം, അഥവാ ഒരു ബിസിനസ്സിൽ ഒരു പരാജയം വന്നാൽ അടുത്ത അതിനെ ഒന്നുകിൽ മേക്കപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അടുത്തൊരു ബിസിനസ് സ്റ്റാർട്ട് എപ്പോഴും സമ്പത്ത് നേടണം എന്നുള്ള ചിന്തയായിരിക്കും. അപ്പോൾ എന്താണ് വേണ്ടത് അത് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ നിരന്തരം സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുക. വെറുതെ ചിന്തിച്ചാൽ മാത്രം നടക്കില്ല, അതിനുള്ള ആക്ഷൻ എടുക്കണം. അതിനുള്ള ആക്ഷനും കൂടെ എടുത്തു കഴിയുമ്പോൾ അവർക്ക് ആ സമ്പത്ത് നേടാൻ പറ്റും. അതുപോലെ ഹെൽത്താണ് അവരുടെ വിഷയം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് സമയവും അവരുടെ ആ ഇപ്പോൾ ഉള്ള ഹെൽത്ത് ഇഷ്യൂവിനെ പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടതിൽ അത് വർദ്ധിക്കുകയല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് വേണം? അവർക്ക് വേണ്ടത് പരിപൂർണ്ണ ആരോഗ്യമാണ്. ഇപ്പോൾ ജോലി ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ജോലി കിട്ടണം. അപ്പോൾ വേണ്ടതിനെ പറ്റി നിരന്തരം ചിന്തിക്കുക, അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. മിക്കവർക്കും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തത് വേണ്ടുന്നത് അവർ ചിന്തിക്കില്ല. എന്ത് വേണ്ടാത്തതുണ്ട് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ കടബാധ്യതയാണ്, എനിക്ക് പ്രശ്നങ്ങൾ. നമ്മൾ കണ്ടിട്ടില്ലേ, ചുറ്റുമുള്ള മനുഷ്യർ മുഴുവൻ ആരെ കണ്ടാലും അവരുടെ പ്രശ്നങ്ങളാണ് പറയുന്നത് മുഴുവൻ. നിരന്തരം നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മളതായിത്തീരുന്നു. സിമ്പിൾ. അപ്പോൾ വേണ്ടത് ചിന്തിച്ച് അതിനെ ആകർഷിക്കുക എന്നുള്ളതാണ്. ഇത് മൂന്നും കണക്റ്റഡ് ആണോ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ആരോഗ്യം, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ കരിയർ, മണി, ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്യും ഹാപ്പിനെസ്, ഇതെല്ലാം കണക്റ്റഡാണ്. ഒരു കാറിൻ്റെ 4 ടയറുകൾ പോലെയാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മൾ ബ്യൂട്ടിഫുൾ സിനിമ, ആ സിനിമയുടെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു, അതിൽ ജയസൂര്യ ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പൈസയുണ്ട്, പക്ഷെ അദ്ദേഹം കട്ടിൽ തളർന്ന് കിടക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്വദിക്കാൻ പറ്റും? ആരോഗ്യമില്ല. നേരെ മറിച്ച് ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഹെൽത്തൊക്കെ പെർഫെക്റ്റാണ്, പൈസ ഇല്ല, കിടന്ന് കഷ്ടപ്പെടുവാണ്, ലൈഫ് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റും? ഇല്ല. ഒരു സമ്പന്നൻ ഭയങ്കര വലിയ ബിസിനസ്സുകാരനാണ്, ബാക്കി എല്ലാം ഓക്കെയാണ്, എന്നും റിലേഷൻഷിപ്പിൽ പ്രശ്നമാണ്, അദ്ദേഹം സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരു മനുഷ്യന്റെ സക്സസ് എന്ന് പറയുന്നത് അവന് പരിപൂർണ്ണ ആരോഗ്യം വേണം, അവൻ്റെ റിലേഷൻഷിപ്പ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, അവൻ്റെ തൊഴിലിൽ അവന് ഉയർച്ച വേണം, അവന് അതുപോലെ തന്നെ പൈസ നേടാനുള്ള ഇഷ്ടം പോലെ പൈസ അവനിലേക്ക് വരണം, അവന് സന്തോഷം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ യെസ്, ഹീ സക്സസ്ഫുൾ എന്ന് പറയാം. നമ്മളിന്ന് പലരെയും സക്സസിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു ഇഷ്ടം പോലെ പൈസ സമ്പാദിച്ചിട്ടുണ്ട്. പൈസ നേടുന്നത് മാത്രമല്ല സക്സസ്. പലരും പൈസ നേടുന്നുണ്ട്, ടെൻഷനും സ്ട്രെസ്സും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ലേ, പലരുടെയും എക്സാമ്പിൾ. അവർക്ക് ലൈഫിലൊരു പ്രശ്നം വരുമ്പോൾ അവർക്കത് തരണം ചെയ്യാനുള്ളൊരു ശക്തിയില്ല, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ നമുക്കൊരു മനസ്സമാധാനം ഇല്ലാതെ പൈസ മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകാൻ കഴിയുമോ? ലോട്ടറി അടിച്ചാൽ ചിലപ്പോൾ പറ്റും. അതായത് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സമ്പന്നനാകണമേ. പലരും ഈ തട്ടിപ്പുകളിലൊക്കെ പോയി വീഴുന്നത് കാണാറുണ്ട്. പൈസ കൊണ്ടുവന്ന് പലതിലും ഇൻവെസ്റ്റ് ചെയ്യുക, അവസരം അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ നമുക്കൊരിക്കലും ഒറ്റ രാത്രി കൊണ്ട്, എനിക്ക് തോന്നുന്നു മാമിന്റെ ഈ കോഴ്സ് പഠിക്കുന്ന ആളുകൾ, കൂടുതൽ ആളുകളും പെട്ടെന്ന് കോടീശ്വരനാകാം എന്ന് കരുതി വന്ന് പഠിക്കുന്ന ഒരുപാട് പേര് കാണാം. ഞാൻ ഒരിക്കലും നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് കോടീശ്വരനാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് വേറുള്ള മാർഗ്ഗങ്ങളിലൂടെ അല്ലല്ലോ, നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ടല്ലേ. അപ്പം നമുക്ക് സമ്പന്നനാകാനായിട്ട് നല്ല മാർഗ്ഗങ്ങൾ എത്രയോ ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ജോലി മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും നല്ല സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡോട് കൂടി നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സോ സർവീസോ കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് കോടീശ്വരനായിക്കൂടെ? ഞാനിപ്പോൾ ചിന്തിക്കുന്നറിയാം, ഓരോരുത്തർ പറയും പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ. നമുക്ക് ഇഷ്ടം പോലെ മാർഗ്ഗങ്ങളുണ്ട്. ഈവൻ ഇന്ന് ടെക്നോളജി ഇത്രയും ഇതായിരിക്കുന്ന സമയത്ത് വീട്ടിലിരുന്ന് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം സംരംഭങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആ മാർഗ്ഗങ്ങളുള്ളപ്പോൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് എന്തൊക്കെ ചെയ്യാമെന്ന് മനസ്സിലാക്കി ഓരോരുത്തരും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാറ്റിനത്തിലെത്തി എത്രയോ സ്റ്റുഡൻസ് പുതിയ സംരംഭങ്ങൾ തുടങ്ങി. ഓരോരുത്തർക്കും എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവർക്കും സ്കില്ല് ഒരുപോലെ ആയിരിക്കില്ല. അവരുടെ കഴിവിനനുസരിച്ച് അവർ നിരന്തരമായിട്ട്, അത് പ്ലാറ്റിനത്തിൽ നല്ല എല്ലാ ക്ലാസ്സിലും വരുന്ന സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സമ്പത്ത് നേടാം. അത് നമ്മുടെ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ് മണി. നമ്മൾ ഏത് സമയവും നെഗറ്റീവ് അടിച്ച് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നിടത്തു നിന്ന് നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ് മാറി പോസിറ്റീവിലേക്ക് എത്തുമ്പോൾ അവർക്ക് തോന്നും എനിക്ക് എന്തെങ്കിലും ഞാൻ ക്ലാസ്സിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഭർത്താവിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത്. ഈ ഓരോ സ്ത്രീകളോടും പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത്. ഭർത്താവിൻ്റെ മുമ്പിൽ ഓരോന്നിനും പൈസ താന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോൾ നിങ്ങൾക്ക് നാണക്കേട് ഫീൽ ചെയ്യണം മക്കളെ. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, മനഃപൂർവ്വം അവർക്കൊരു കൊട്ടു കൊടുക്കുന്ന കാര്യം എന്താ, ഇനി അങ്ങനെ നീട്ടുമ്പോൾ അവർക്ക് തോന്നണം എനിക്ക് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കിയെടുക്കണം. ഓരോ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു പഞ്ച് ഡയലോഗാണ്. നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും. കാര്യം എന്താണെന്നറിയാവോ, ഇപ്പോൾ പലരും പിന്നെ എന്താ പറയുക, പല സ്ത്രീകൾക്കും എന്തെങ്കിലും ഒരു വരുമാന മാർഗം നേടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും അവർക്ക് പറ്റുന്നില്ല. ചിലപ്പോൾ അവർക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കാം, വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കും, എങ്ങനെ ചെയ്യണമെന്നറിയാതെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത മിക്കവരുടെയും പ്രശ്നം എന്ന് അറിയാം. മിക്കവാറും ഒരു പേരൻസിന്റെ കൂടി ഒരു പ്രശ്നമാണ്. പേരൻസ് പലപ്പോഴും മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി മാത്രമാണ് നോക്കുന്നത്. പക്ഷെ അവർക്കൊരു ജോലി ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഒരു കല്യാണം, അതിലേക്ക് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ പക്ഷെ കാലം മാറി വരുന്നുണ്ട്. പഴയ ഞങ്ങളുടെയൊക്കെ
ജനറേഷൻ പോലെയല്ല. ഇപ്പോൾ ഒരുപാട് മാറ്റം. പെൺകുട്ടികൾ പറയാറുണ്ട്, ഞാൻ പഠിച്ച് ജോലി മേടിച്ചിട്ടല്ലേ, ഞാൻ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങി സക്സസ്ഫുൾ ആയിട്ട് ഈ ലെവലിൽ എത്തിയിട്ട് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറയുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇന്നത്തെ കാലത്തുണ്ട്. ഒരുപാട് കാലം മാറി വരുന്നുണ്ട്. എന്നാലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരോടും അല്ലെങ്കിൽ പേരൻസിനോടും എനിക്ക് പറയാനുള്ളത്, മക്കൾക്ക് വേണ്ടത്, അവർക്ക് വേണ്ടത് വിവാഹമല്ല. അവർക്ക് ആദ്യം വേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരൊരു ജോലി മേടിച്ച, സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പല വീടുകളിലും പോയിട്ട് ഒരു ജോലി ഇല്ലാത്തതിന്റെ പേരിൽ കിടന്ന സ്ട്രഗിൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ അങ്ങനെ കിടക്കേണ്ടി വരുന്നുണ്ട്. ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗ്ഗമില്ല. നേരെ മറിച്ച് ജോലിയുള്ളൊരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ഭർത്താവ് അവളെ റെസ്പെക്ട് ചെയ്യും, അവരുടെ ഭർത്താവിന്റെ ബന്ധുക്കളെ റെസ്പെക്ട് ചെയ്യും, സമൂഹം റെസ്പെക്ട് ചെയ്യും. ഓരോ സ്ത്രീകളും സ്വന്തം കാലിൽ നിൽക്കണം. ഒന്നുകിൽ പഠിച്ചൊരു ജോലി മേടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംരംഭങ്ങൾ തുടങ്ങി സ്ത്രീകൾ മുമ്പോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.